വേദനകളിൽ എന്നെ മറന്നോ? ആരുമില്ലേ എനിക്ക്, ആരുമില്ലേ എനിക്ക്. പണ്ട് ഇടയാറന്മുളയിലെ സാധു 4 ചക്രം തികച്ചില്ലാത്ത ഒരു വൈകുന്നേരത്ത് വല്ലാതെ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോ തൻ്റെ ഒരു പരിചയക്കാരൻ അകലെ നിന്ന് ആ ചെമ്മൺ പാതയിലൂടെ ഒരു ശീലക്കുടയും പിടിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ സാധുവിന്റെ ചങ്കത്ത് ആനന്ദത്തിന്റെ പക്കമേളം ഉയരുന്നുണ്ട്. ആ ഉമ്മറത്തിണ്ണയിൽ ഒരു ചാരുബെഞ്ചിൽ വിഷാദച്ചവിയോടെ സാധു ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, ഒരു 8 കാശ് കടം മേടിക്കാൻ ഈ മനുഷ്യന് ഉപകാരപ്പെടും. ഒരു സ്നേഹിതൻ തന്നെയാണ്. വീടിനോട് ആ മനുഷ്യൻ അടുത്ത് വന്നപ്പോൾ ആ വഴിയുടെ മുന്നിൽ കൂടെ വരുമ്പോ താൻ ഇവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ഒരു 4 ചക്രം കടം വാങ്ങാൻ. പക്ഷേ നിർഭാഗ്യകരം, നിരാശാജനകം, ആ വീടിന്റെ മുന്നിൽ വന്നപ്പോ ആ പരിചയക്കാരൻ കയ്യിലിരുന്ന ശീലക്കുട സാധുവിന്റെ വീടിന് നേരെ തിരിച്ച് മുഖം മറച്ച്, നമ്മൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ പാറുള്ള മനുഷ്യരാ, ഇങ്ങനെ ശീലക്കുട മറച്ചു പിടിച്ച് കടന്നു പോകുമ്പോ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഗദ്ഗദത്തിന്റെ അലകടൽ പൊട്ടിയൊഴുകുന്നുണ്ട്. സാധു ആ ഉമ്മറത്തിണ്ണയിലെ ആ ബെഞ്ചിൽ ചാണകം മെഴുകിയ ചുവരിൽ വല്ലാതെ ചാരിയിരുന്ന് ഭാരപ്പെടുമ്പോ ചങ്കിലൂടെ ഒഴുകി ഇറങ്ങിയ ഒരു നാഥധാരയുണ്ട്. അവിടെ ഇരുന്നാണ് അദ്ദേഹം പാടിയത്, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിൽ ആദി പൂണ്ടു കേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എനിക്ക് ആരുമില്ലേ, ആരുമില്ലേ, എനിക്ക് ആരുമില്ല എന്ന് ഭാരപ്പെടുമ്പോ ആ മനുഷ്യന് ചരണമാണ് ആദ്യം കിട്ടിയത്. പിന്നീടാണ് അതിന്റെ പല്ലവിയൊക്കെ ഉണ്ടാകുന്നത്, ദൈവമേ ഞാൻ ഒറ്റപ്പെട്ടു പോയോ. പക്ഷെ അതിലേക്ക് അതൊക്കെ വീണുപോകില്ല. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മനസ്സത്തിൽ ആദി പൂണ്ടു കേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. പ്രിയപ്പെട്ടവരെ, ലോകത്തൊത്തിരി പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ലോകത്തൊത്തിരി തത്വശാസ്ത്രങ്ങളുണ്ട്, ലോകത്തൊത്തിരി ഇസങ്ങളുണ്ട്. മനുഷ്യന്റെ വേദനയ്ക്ക് ശമനം കൊടുക്കാൻ അതൊന്നും സഹായിക്കില്ല. ഈ വചനം ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്രത്തോളം 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 എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അതിനൊരു ബലം തരുന്നൊരു പുസ്തകം. ലോകത്തെ വലിയ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഏറ്റവും മനോഹരമായ മോട്ടിവേഷണൽ പുസ്തകം, പ്രചോദിപ്പിക്കുന്ന പുസ്തകം എഴുതിയ ഒരാൾ ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. കിഴവനും കടലും പോലുള്ള പുസ്തകങ്ങൾ കുട്ടികൾ വായിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത അവസാനം. ലോകത്ത് ഏറ്റവും സന്തോഷം, ഏത് പ്രശ്നത്തിനും മനഃശാസ്ത്രത്തിൽ ഉത്തരവുണ്ടെന്ന് പറയുമല്ലോ, കൗൺസിലിങ്ങിനെ കൊണ്ടുപോകാന്ന് പറയുമല്ലോ. മനഃശാസ്ത്രത്തിന്റെ മഹിതാചാര്യൻ എന്ന് പറയാവുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ കുലപതിയാണ്. അവസാന രോഗത്തിന്റെ താഴ്വരയില് 21 മില്ലിഗ്രാം മോർഫിൻ കുത്തിവെച്ച് ആത്മഹത്യ തുല്യമായ മരണം സ്വീകരിച്ച ആളാണ്. ലോകത്ത് ഏറ്റവും സുന്ദരി എന്ന് വിളിച്ചിരിക്കാമായിരുന്ന മെർലിൻ മൺറോ, ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ലോകത്ത് അധികാര കൊതിയന്മാരായിരുന്ന ഹിറ്റ്ലറും പീലാത്തോസും മാർക്ക് ആന്റണിയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ. അതികായന്മാരെന്ന് ബലപ്പെട്ട പലരും ചരിത്രത്തിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് മരണത്തിന്റെ കറുത്ത പാനീയം വാങ്ങി മൊത്തി കുടിച്ച് മരണപ്പെട്ടവരാണ്. എന്നാൽ ഈ പുസ്തകത്തിലേക്ക് നോക്കൂ. ഏലിയാവ് പറഞ്ഞു, എന്റെ പ്രാണനെ എടുത്തോ. ആത്മാവിന്റെ അർദ്ധരാത്രിയിൽ പോയി, പക്ഷെ ദൈവം ഏലിയാവിനെ വീണ്ടെടുത്തു. ഒരു എഴുന്നേൽപ്പ് സാധ്യമാണ് ഈ പുസ്തകം പറയുന്നു. യോന പറഞ്ഞു, ചത്താമതി. പക്ഷേ ഒരു വീണ്ടെടുപ്പ് യോനയ്ക്ക് കിട്ടി. ഇയ്യോബ് പറഞ്ഞു, എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നേ, എൻ്റെ അമ്മ തൊലഞ്ഞു പോട്ടെ, എൻ്റെ അപ്പൻ
പണ്ടാരടങ്ങി നശിക്കട്ടെ പറഞ്ഞതാണ്. ആ മനുഷ്യനൊരു വീണ്ടെടുപ്പ് സാധ്യമായി. യിരെമ്യാവ് കരഞ്ഞതാണ്, വീണ്ടെടുപ്പ് സാധ്യമായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് രാത്രി തിരുവചനം തുറന്നു വച്ചിട്ട് ആത്മവിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന്റെ കൃപയോടെ ഞാൻ വിളിച്ചു പറയുക, ലോകത്തൊന്നിനും തരാനൊക്കാത്തൊരു മരുന്ന് ഈ പുസ്തകം നമുക്ക് തരും. അതുകൊണ്ടാ പറഞ്ഞത്, ഇതിങ്ങനെ എടുത്താൽ മതി, ശങ്കിക്കരുത്. സക്കായി മരത്തെ കയറി. എന്തുകൊണ്ടാണെന്നറിയാം? ചുങ്കക്കാരിൽ പ്രമാണിയാ, ആ നാട്ടിലെ ടാക്സ് കളക്ടറാണ്, വലിയ ആളാ. പക്ഷേ യേശു അകത്ത് വന്നപ്പോ ഒരു നാണവും ഇല്ല, ഒരു ലജ്ജയില്ല. മരത്തെ കയറാനും മരത്തെ നിറങ്ങാനും യേശുവിനെ പ്രതി നാണിക്കാത്തവൻ. നമുക്ക് തുമ്പവൻ കവലേക്കൂടെ ഈ പുസ്തകം ഒരു കവറിനകത്തിടാതെ ഇങ്ങനെ പിടിച്ചോണ്ട് വരാൻ നാണമല്ലേ? നിക്കോദിമോസിന് നാണമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാതിരാത്രി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് വേദശാസ്ത്രം ചോദിച്ചത്. കർത്താവ് വേദശാസ്ത്രം പറഞ്ഞപ്പോ, തിയോളജി പറഞ്ഞപ്പോ നിക്കോദിമോസിന് ഗൈനക്കോളജിയാ തിരിഞ്ഞത്. വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ആ നിക്കോദിമോസ് യേശു അകത്ത് വന്നു കഴിഞ്ഞപ്പോ ഒരു നാണവും ഇല്ല, ഒരു ലജ്ജയും ഇല്ല. യേശുവിന്റെ കുരിശിന്റെ താഴെ ആ ശരീരം ഇറക്കി കവറടക്കാൻ മുന്നിലുണ്ട് ഈ പാർട്ടി. ആര്? നിക്കോദിമോസ്. യേശു അകത്ത് വന്നാൽ തുമ്പമൺ കവലേക്കട ഈ പുസ്തകം എടുത്തോണ്ട് വരാൻ, നെഞ്ചത്ത് വെച്ചോണ്ട് വരാൻ ഒരു നാണവും കാണത്തില്ല. ഇതില്ലാത്തോണ്ടാ നമുക്ക് ഈ പുസ്തകം എടുക്കാൻ നാണം, ലജ്ജ. ഇതിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, ഇതെടുത്ത് ചങ്കോട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇത് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, ഞാൻ യേശുവിന്റെ പൈതല, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പൈതല, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വെറുതെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞാൽ പോരാ, ഏറ്റുപറയണം, ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൽ നമ്മൾ ഒരുങ്ങുക. പെരുന്നാളിൽ നമ്മൾ ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. എന്തോ ഗുണം? നല്ല കാര്യമാണ്, വളരെ മനോഹരമാണ്. ഇത് കണ്ണിന് സുഖം തരും അല്ലേ? ഈ അലങ്കാരങ്ങളെല്ലാം, ഇലുമിനേഷൻ എല്ലാം. നല്ല പാട്ട് അവർ പാടുന്നുണ്ട്, റാസയ്ക്ക് പക്കമേളങ്ങളുണ്ട്, ചെണ്ടമേളങ്ങളുണ്ട്. കാതിന് സുഖം തരും. പെരുന്നാൾ കഴിയുമ്പോൾ നേർച്ച ഇവിടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, അപ്പം ഇറച്ചിയല്ല ചാ, അത് തന്നെ. അപ്പം ഇറച്ചിയും കഴിക്കുമ്പോൾ നമ്മൾ പറയും, കഴിഞ്ഞ വർഷത്തേക്കാൾ മസാല പിടിച്ചിട്ടുണ്ട്, അടിപൊളി കമ്മിറ്റിയാണ്. നാക്കിന് സുഖം. കൊടിയിറങ്ങി മാമ്പിലാരിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ, മടങ്ങിപ്പോകുമ്പോ എന്തുണ്ടാവും? ആത്മാവിൽ കണ്ണിന് സുഖം, കാതിന് സുഖം, നാക്കിന് സുഖം, ഒക്കെ സുഖം. തൊലിപ്പുറത്ത് കുറച്ച് സുഖം കിട്ടിയിട്ട് പെരുന്നാളിന് കൊടിയിറക്കി ഒരു ഏമ്പക്കവും വിട്ട് മടങ്ങാനുള്ളതാണോ? ആത്മാവിന് എന്ത് വെട്ടം കിട്ടി? ഈ പുസ്തകം എടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഏത് വിഷാദത്തിൽ നിന്ന്, ഏത് പ്രതിസന്ധിയിൽ നിന്ന്, ഏത് കണ്ണീരിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ യേശു മാത്രം, യേശു മാത്രം. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഏലിയാവ് മരിച്ചാൽ മതി. ഏലിയാവ് എന്താ ചെയ്തെന്നറിയാം? ഏലിയാവ് റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. ജീവിതത്തിൽ നിന്ന് രാജിവെക്കാം, റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. മരിച്ചാൽ മതി, റിസൈൻ. എന്നാൽ ഉടേ തമ്പുരാൻ ഏലിയാവിന്റെ ആ ചിന്തയ്ക്കകത്തൊരു വരയിട്ടു. എവിടെന്നറിയാം? റിസൈൻ എന്ന വാക്കിനകത്ത് തമ്പുരാൻ ഒരു വരയിട്ടപ്പോ ഒരു പുതിയ മാറ്റം ഉണ്ടായി. റിസൈന്റെ സ്പെല്ലിംഗ് എന്താ കുഞ്ഞെ? റിസൈന്റെ സ്പെല്ലിംഗ് എന്താ? RESI. അതിന്റെ അർത്ഥം എന്താ? രാജിവെക്കുക. ജീവിതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ തമ്പുരാൻ എവിടെ വരയിട്ടെന്നറിയാം? ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞ് ഒരു ചെറിയ വരയിട്ടു. എന്നിട്ട് അടുത്ത 4 അക്ഷരങ്ങൾ എഴുതി. ഇനി നിങ്ങളൊന്ന് വായിച്ചേ. റീസൈൻ. വാട്ട് മീൻ ബൈ റീസൈൻ? ഓ എന്റെ കർത്താവേ, പറ. വീണ്ടും ഒപ്പുവെക്കുക, വീണ്ടും തുടങ്ങുക, ഇനിയും ആരംഭിക്കുക. റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയവനെ റീസൈൻ ചെയ്യിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് ഈ പള്ളിയിലിരിക്കുന്നവര് പറയുന്നുണ്ട്, ദൈവമേ എന്നെ കളഞ്ഞോ നീ, എന്നെ മറന്നോ നീ? പ്രിയപ്പെട്ട, ലോകത്തിന്റെ മനുഷ്യരുടെ നിരാശയുണ്ട്. ചിതയിൽ നിന്ന് എഴുന്നേൽക്കാം, പക്ഷെ ചിന്തയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. പട്ടടയിൽ കൊണ്ടുവച്ചാലും ചിതയിൽ കൊണ്ടുവച്ചാലും നമുക്ക് എഴുന്നേറ്റ് വരാം. പക്ഷെ ഞാൻ ഗുണപ്പെടുകയല്ലെന്ന്
ഞാൻ തന്നെ ചിന്തിച്ചോണ്ട് കിടന്നാൽ ആ ചിന്തയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് ഏതോ കളഞ്ഞു പോയതുപോലെ ഈ പന്തളത്തിന്റെ പരിസരത്തുള്ള ഏതോ ആശുപത്രിയിൽ നമ്മുടെ ആരാണ്ടി സന്ധ്യയ്ക്ക് ചാകാൻ കിടക്കുന്നത് പോലെ വിഷമിച്ചിരിക്കുന്ന മുഖങ്ങൾ. ചിതയിൽ നിന്ന് എഴുന്നേക്കാം, പക്ഷേ ചിന്തയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിഷാദത്തിൽ വീണു പോകുന്ന അബ്രഹാം പോണ്ടതാ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനെ കൂട്ടിക്കൊണ്ട് മോറിയാക്കി പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഉൽപ്പത്തി 22:1 ഇങ്ങനെയാണ്: അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ തലേ രാത്രി നന്നായിട്ട് ഉറങ്ങി. അതികാലത്ത് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ തലേ രാത്രി നന്നായിട്ട് ഉറങ്ങി. ഇന്ന് പല മനുഷ്യർക്കും ഉറക്കമില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയൊരു അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്ന പ്രഭാതം, ലാവ പോലെ തിളച്ചു പൊന്തുന്ന ആത്മാവിലെ കണ്ണീർ പാനപാത്രങ്ങൾ, നന്നായി ഉറങ്ങി. പത്രോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കയ്യാമം വയ്ക്കപ്പെട്ട് അധികാരികളുടെ ചങ്ങലകളിൽ പിടിപെട്ട പത്രോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. 2 പടയാളികളുടെ നടുവിൽ പത്രോസ് ഉറങ്ങുകയായിരുന്നു. ഈ പ്രതിസന്ധിയുടെ നടുവിൽ പത്രോസ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹാഗാറിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, മക്കളെ, ആ കുഞ്ഞിനെ കടത്തിയിട്ട് മാറിപ്പോയി എന്ന് കരയുന്ന ഹാഗാറിനോട് ചോദിക്കുന്നുണ്ട്, വാട്ട് ട്രബിൾസ് യു ഹാഗാർ? പെണ്ണേ, എന്നാ പറ്റി? അവള് കരയുക. കണ്ണുനീർ പടലങ്ങൾ അവളുടെ നേത്ര പടലങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുക. അവള് കരയുക. ബർശബ മരുഭൂമിയിൽ അവള് കരയുക. സ്വർഗം പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്തെന്നറിയാം? മോളെ, എന്റെ മോളെ, നീ കരയണ്ട. ബാലന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ബാലന്റെ നിലവിളി. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. ഈ ഹാഗാറിന് ഒരു 35 വയസ്സ് ഉണ്ട്. ഞാൻ ആധാർ കാർഡൊന്നും കണ്ടിട്ടില്ല പുള്ളിക്കാരിയുടെ, ചുമ്മാ ഇരുന്നോട്ടെ. മരിക്കാൻ കിടക്കുന്ന ഇസ്മായേലിന് 12 വയസ്സ്, ഇരുന്നോട്ടെ. ഇവര് രണ്ടുപേരും കരയുന്നുണ്ട്. പക്ഷെ ഉൽപ്പത്തി 21 പറയുന്നതനുസരിച്ച് സ്വർഗം രജിസ്റ്റർ ചെയ്ത കണ്ണീർ ആരുടെയാ? ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ, ഹാഗാറിന്റെ അല്ല, മോന്റെ. എന്തുകൊണ്ടാന്നറിയാം? അവിടെ പറയുന്നുണ്ട്, ഹാഗാറേ, നീ കരയണ്ട. ബാലന്റെ നിലവിളി. എന്താ ഈ കരച്ചിലും നിലവിളിയും തമ്മിലുള്ള വ്യത്യാസം? അമ്മച്ചി കരഞ്ഞത് കണ്ണുനീരും കൊച്ചു കരഞ്ഞത് നിലവിളിയായിട്ടാ സ്വർഗം ഏറ്റെടുത്ത്. എന്തുകൊണ്ടാ? കരച്ചിലും നിലവിളിയും തമ്മിലുള്ള വ്യത്യാസം എന്നാ? അങ്ങനെയൊന്നുമില്ല. ശബ്ദം ഉണ്ടാക്കി കാറുന്നതിന്റെ പേരാണ് നിലവിളി. അല്ല, ഇനി മറ്റൊരു സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ മുമ്പിലെ കരച്ചിലാണ് നിലവിളി. ഓപ്ഷനുള്ള കരച്ചിലാണ് വെറും കരച്ചിൽ. മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പൊ കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി കരയും, അടുത്തത് കിട്ടുമ്പോ തീരും. പ്രണയം നിഷേധിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, ആൺകുട്ടി, പെൺകുട്ടി കരയും. 9ാം ക്ലാസ്സിൽ തുടങ്ങും, 10ാം ക്ലാസ്സിൽ പൊട്ടും, 11ാം ക്ലാസ്സിൽ 2 എണ്ണമാണ്. ഒന്ന് പൊട്ടുമ്പം കരയും. അവർക്ക് ഇനിയും മുന്നോട്ട് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പൊട്ടക്കണറ്റ് വീഴുവാന്നിരിക്കട്ടെ, നിങ്ങൾ കരയോ നിലവിളിക്കോ? സത്യം പറഞ്ഞിട്ട് പോണം. നിലവിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കറുത്ത പട്ടി ഇരുട്ടത്ത് പുറകെ ഓടിക്കുകയാണ്. മുട്ടുവയ്യാത്തരും ഡിസ്ക് മേലാത്തരും ഒന്നും നമ്മൾ അന്നേരം ഓർക്കുന്നില്ല, വിടുകയാണ്, നമ്മൾ വിട്ടോടുകയാണ്. അപ്പൊ കരയോ നിലവിളിക്കോ? അതെന്താ അങ്ങനെ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ കാരണം ഈ അവസ്ഥകളെന്നൊക്കെ പറയുന്നത് രക്ഷപ്പെടുമെന്നൊരു ഉറപ്പുമില്ല. രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാത്ത കരച്ചിലാണ് ഏത്? നിലവിളി. സ്വർഗം പറഞ്ഞു, മോളെ ഹാഗാറേ, നീ കരയണ്ട. കാരണം
അവളുടെ കരച്ചിൽ മാത്ര. കുഞ്ഞു മരിച്ചാലും അവൾക്ക് ഓപ്ഷൻ ഉണ്ട്, അവൾക്ക് മുന്നോട്ട് പോവാ. പക്ഷെ ഈ ഇസ്മായിലിന്റെ മുമ്പിൽ സാധ്യതകളില്ല. കുഞ്ഞിന്റെ നിലവിളി സ്വർഗം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഹാഗാർ ഒരു നീരുറവ കണ്ടു. അതുവരെ കാണാത്ത നീരുറവ. എന്താണ് അതുവരെ കാണാഞ്ഞേ? അവളുടെ കാഴ്ച മറയ്ക്കുന്ന കണ്ണുനീർ അവളുടെ കണ്ണിലുണ്ടായിരുന്നു. അതാണ് മിഡ് നൈറ്റ് ഓഫ് ദ സോൾ, ആത്മാവിന്റെ അർദ്ധരാത്രി. ഒരു നീരുറവ് അവിടെ ഉണ്ടായിരുന്നു, ഇവള് കണ്ടില്ല. കണ്ണിലിങ്ങനെ കണ്ണുനീര് പടർന്നാൽ കാഴ്ച മറയും. മഗ്ദലക്കാരി ഉയർപ്പിന്റെ പ്രഭാതത്തിൽ കരഞ്ഞും കൊണ്ട് നിന്നു. യേശു ആണെന്ന് അറിഞ്ഞില്ല. കരയുന്ന മഗ്ദലക്കാരിയുടെ നേത്രപടലങ്ങളെ കാഴ്ച മറയ്ക്കുന്ന കണ്ണുനീരിന്റെ ഒരു പാട സത്യദൈവത്തെ തിരിച്ചറിയാൻ മറന്നുപോയി, അറിയാതെ പോയി. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ വാടിയ മുഖമുള്ളവരായിരുന്നു, പരിഭ്രമം പിടിച്ചിരുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും അവർ അറിഞ്ഞില്ല. വിഷാദത്തിന്റെ കയത്തിൽ വീണുപോയവർക്ക് ദൈവ പദ്ധതിയെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അവർ ചോദിച്ചു കൊണ്ടിരിക്കും, എത്രത്തോളം 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 എന്നെ മറക്കുന്നു നീ ദൈവമേ. നിത്യവിഷാദത്താൽ നാം കാണാതെ പോകുന്ന നീരുറവകൾ. അതുകൊണ്ട് ഇത്രയും നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ്, ഇത്രയും നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ്, അല്ലേ? നമ്മളൊക്കെ ഒത്തിരി നെഗറ്റീവായിപ്പോ വിഷാദത്തിലിരിക്കുന്ന മനുഷ്യരാണ്, ചിരി കളഞ്ഞു പോയവരാണ്. എന്നെ കൊണ്ട് വിശേഷം? നിങ്ങളോടാണ്. എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? കുഴപ്പമില്ല. അതാ ഞാൻ പ്രതീക്ഷ ഉത്തരം തന്നെ കിട്ടി കണ്ടെന്ന്. അങ്ങനെയൊക്കെ പോന്നു. നിങ്ങൾ ഈ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഈ ബംഗാളി എന്നൊക്കെ പറയുന്ന അവനോട് ചോദിച്ചു, കൈസേ ഹേ, ടീക് ഹേ, അച്ഛാ ഹേ. നിങ്ങൾ കുറച്ചുകൂടെ കൈപ്പൊട്ടൂരങ്ങണ്ണം വെച്ച് വല്ല സായിപ്പിനെ കാണുകയാണെങ്കിൽ അവളോട് ചോദിച്ചു, ഹൗ ആർ യു? ഫൈൻ, ഐ എം ഗ്രേറ്റ് എന്ന് പറയും, അല്ലേ? ഇനി കുറച്ചുകൂടെ എങ്ങനെ അപ്പുറത്തോട്ട് പോയിട്ട് തമിഴിനെ കാണുകയാണെങ്കിൽ എപ്പടി ഇരിക്ക എന്ന് ചോദിച്ചാൽ ரொம்ப നല്ലതായിരിക്കെ, ரொம்ப പ്രമാദമായിരിക്കെ എന്ന് പറയും. നിങ്ങളൊരു അറബിയെ കാണുമ്പോൾ ചോദിക്കുക, എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, ദൈവകൃപയാൽ. മാമ്പിലാരി വന്നിട്ട് എന്നാ ഉണ്ട്? ഓ കുഴപ്പമില്ലേ, അല്ലേ? നമ്മൾ എന്തേ ഇത്ര നെഗറ്റീവ് ആകുന്നു? ഒരു സന്തോഷമില്ലാത്ത മനുഷ്യരായി, ഒരു ആനന്ദമില്ലാത്ത മനുഷ്യരായി, വിഷാദമുള്ള മനുഷ്യരായി നമ്മൾ നിലനിൽക്കുക. ചില മനുഷ്യർ ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ കാണത്തില്ല. അതുങ്ങളുടെ കൂടെ താമസിക്കുന്നത് തന്നെ ആസിഡ് മഴയത്ത് നിൽക്കുന്ന പോലെ ഫുള്ള് ദ്രവിപ്പിച്ച് കളയും നമ്മളെ. ഈ ക്രോണിക് കംപ്ലൈനേഴ്സ് എന്ന് പറയും, എന്നെ എടുത്താലും കുറ്റം. ഇപ്പൊ ചില സ്ത്രീകളൊക്കെ ചെറുതായിട്ട് തലയാട്ടണമെന്ന് എനിക്ക് കാണാം. ശരിയാച്ചോ, പറയച്ചോ, ഇതിന്റെ കൂടെ താമസം തുടങ്ങിയ അല്ലേ, എന്നെ എടുത്താലും കുറ്റാണ്. ക്രോണിക് കംപ്ലൈനേഴ്സ് എല്ലാത്തിലും. നമ്മളിപ്പോ ഈ ഫുള്ള് അല്ലേ തന്നെ ഈ മലയാള ഭാഷയിൽ അവസാനമുണ്ടായ വാക്കുകളിൽ ഒന്ന് ഏതെന്നറിയാം? പോസിറ്റീവ് അല്ല. മലയാള ഭാഷയിൽ അവസാനം ഉണ്ടായ ഒരു 4 or 5 വേർഡ് എടുത്ത് നോക്ക്. പ്രണയപ്പക അവസാനത്തെ വാക്കാണ്. പ്രേമിച്ചു നോ എന്ന് പറഞ്ഞാൽ കൊന്നുകളയ, കുരുതി കൊടുക്കുക, കഴുത്ത് കണ്ടിക്കുക, കൊന്നുകളയാണ്. പെങ്കൊച്ചു നോ എന്ന് പറഞ്ഞാൽ കൊന്നുകളയാണ്. കോതമംഗലത്തെ ഡെന്റൽ കോളേജിലെ മാനസയും, ആലപ്പുഴയിലെ സൗമ്യയും, അത്താണിയിലെ ദേവികയും, കാക്കനാട്ടെ ആ പെൺകുട്ടിയും തുടങ്ങി എത്ര കുട്ടികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രണയപ്പകയുടെ ഇരയായത്. പണ്ടങ്ങനെയായിരുന്നില്ല, പിൻവാങ്ങുകയായിരുന്നു ശൈലി. എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് പോവാ. ആരും കാണാതെ പൂമുഖവാതിൽക്കൽ അന്യനെ പോലെ ഞാൻ നിന്നു എന്നാണ് പണ്ട് വയലാർ എഴുതിയത്. പുള്ളിയാണെന്ന് തോന്നുന്നു എഴുതിയത്. ഇപ്പൊ അന്യനെ പോലെ നിൽക്കണ ഇടപാടൊന്നുമില്ല. ഇപ്പൊ കൊന്നുകളയാണ് നോ എന്ന് പറഞ്ഞാൽ. അവസാനം ഉണ്ടായ വാക്ക് പ്രണയപ്പക, ചക്രവാത ചുഴി. പണ്ടത്തിൽ ആ മഴ നല്ല കേട്ടിട്ടുള്ളൂ, ഇപ്പൊ അതൊക്കെ പോയി. ചക്രവാത ചുഴി, മഴ പെയ്ത ചക്രവാത ചുഴി പുതിയ വാക്കാണ്. ദുരഭിമാന കൊല പുതിയ വാക്കാണ്. നിരസിക്കൽ കൊല പുതിയ വാക്കാണ്.
മലയാള ഭാഷയിൽ അവസാനം ഉണ്ടായ കുറേയേറെ പദങ്ങൾ ഫുള്ള് നെഗറ്റീവാണ്. പിന്നെ നമ്മൾ വലിയ പോസിറ്റീവാന്ന് പറഞ്ഞ് നടക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും കുറച്ച് ബഹുമാന പദങ്ങളുള്ള ഭാഷ മലയാള. ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും കുറച്ച് ബഹുമാന പദങ്ങളുള്ള ഭാഷ മലയാള. ഏറ്റവും കൂടുതൽ ബഹുമാന പദങ്ങളുള്ള ഭാഷ ഏതെന്നറിയാമോ ഇന്ത്യയിൽ? ഹിന്ദിയല്ല. ഹിന്ദി നല്ല ഭാഷയാണ്. ഹിന്ദിയിൽ ഒത്തിരി ബഹുമാന വാക്കുകളുണ്ട്. ഉറുദു ആണ്. 225 ബഹുമാന പദങ്ങളുണ്ട്. രാജസദസ്സിൽ രൂപപ്പെട്ട സ്റ്റാൻഡേർഡാണ് ഹിന്ദി. തമിഴ് നമ്മുടെ അയലോക്കത്തര. തമിഴില് അമ്മ എന്നൊരു വിളിക്ക് 100 ആത്മാവാണ്. ഒരു വീട്ടിൽ വേലക്ക് നിൽക്കണ 50 വയസ്സ് 60 വയസ്സുള്ള സ്ത്രീയെ ആ വീട്ടിലെ പെൺകുട്ടി മോള് അമ്മ എന്നാ വിളിക്കുന്നത്. ഇവിടെ സുമതി എന്ന് പേരിട്ടല്ലേ വിളിക്കുന്നത്. അമ്മ എന്നാണ് അവള് വിളിക്കുക, ഒരു തമിഴ് പെൺകുട്ടി. ആ വിളിക്കകത്തൊരു ആത്മാവിൻ്റെ ചാരുതയുണ്ട്. പിന്നെ മലയാളത്തിന് വേറൊരു ഗുണമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് തെറിവാക്കുകളുള്ള ഭാഷയും മലയാള. ഒരുമാതിരിപ്പെട്ടൊക്കെ നമുക്ക് അറിയാൻ ചെയ്യാം. ഏറ്റവും കുറച്ച് ചീത്ത വാക്കുകളുള്ള ഭാഷ മലയാളമാണ്. ഫലത്തിൽ നമ്മൾ ഒത്തിരി നെഗറ്റീവാണ്. സന്തോഷം നഷ്ടപ്പെട്ടവർ, വിഷാദത്തിൽ വീണുപോയവർ, ക്രോണിക് കംപ്ലൈനേഴ്സ് ആയവർ എത്രത്തോളം എത്രത്തോളം എത്രത്തോളം. ആദ്യത്തെ 2 വാക്യം വായിച്ചു. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കിടക്കുക. ആദ്യത്തെ 2 വാക്കുകൾ വായിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു. അതിന് ഞാനൊരു പേര് വിളിക്കാം: ലൈഫ് ഇമ്മേഴ്സ്ഡ് ഇൻ മെലങ്കളി. വിഷാദങ്ങളിൽ വീണുപോയ ജീവിതം. ലൈഫ് ഇമ്മേഴ്സ്ഡ് ഇൻ മെലങ്കളി. വിഷാദത്തിൽ വീണുപോയ ജീവിതം. എത്രത്തോളം എത്രത്തോളം. നമുക്ക് രണ്ടാമത്തെ 2 വാക്യങ്ങൾ വായിക്കുകയാണ്. 3, 4 വാക്യങ്ങൾ ശ്രദ്ധിക്കണേ, കേൾക്കണേ. പുറകിലിരിക്കുന്നവര് ശ്രദ്ധിക്കണേ. 3, 4 വാക്യങ്ങൾ നമ്മുടെ ധ്യാന ചിന്തകളുടെ 2ാം ഭാഗം. വായിക്കൂ. പേര് മറന്നുപോയി. സാജോ എന്തോ? ഷൈൻ ഷൈൻ ഷൈൻ. പോകുമ്പോഴത്തേക്ക് പഠിക്കും. വായിച്ചോ. എന്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ശ്രദ്ധിക്കണം. 2 വാക്യങ്ങൾ വായിച്ചു, 3ഉം 4ഉം. ഇവിടെയും എൻ്റെ ഒരു ചോദ്യമുണ്ട്. ഈ 2 വാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ഒരു ചെറിയ വാക്കുണ്ട്. ഏതാന്ന് പറയാം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? എവിടെ പോയിരിക്കുക നിങ്ങള്? ഷൈൻ, ഒരിക്കൽ കൂടെ വായിക്കൂ. എന്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ. ശ്രദ്ധിച്ചോണം. എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. വായിക്കേണ്ടതുപോലെ വായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 വാക്യങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു പദം ഏതാണ്? പറയൂ. എൻ്റെ. എൻ്റെ. രണ്ടാമത്തെ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഒരാൾ എൻ്റെ ദൈവം എന്ന് പറയുന്നൊരവസ്ഥ അയാളുടെ മുറിവുകളാണ്. നിങ്ങളാരും ദൈവമുണ്ട് എന്ന് പറയരുത്. ദൈവമുണ്ട് എന്ന് തുമ്പമണ്ണിൽ പറയരുത്. വൃത്തിയിടാച്ചോ പറയുന്നേ. ദൈവമുണ്ട് എന്നുള്ളതൊരറിവാണ്. പറയേണ്ടത് ദൈവമുണ്ടല്ലോ. എൻ്റെ കണ്ണീരിൽ, എൻ്റെ വിഷാദത്തിൽ, എൻ്റെ വേദനയിൽ ദൈവമുണ്ട് എന്നുള്ളതൊരു അറിവും ദൈവമുണ്ടല്ലോ എന്നുള്ളതൊരു അനുഭവവുമാണ്.
അങ്ങനെയെങ്കിൽ വിഷാദത്തിന്റെ കണാക്കയത്തിൽ കിടക്കുന്ന ദാവീദ് പറയുക, എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം. ദൈവാനുഭവത്തിന്റെ ദൂരമറിഞ്ഞ ജീവിതം എന്ന് ഞാൻ ഈ രണ്ടാം ഭാഗത്തിനെ വിളിക്കുക. ഒന്നാം ഭാഗത്തെ വിഷാദങ്ങളിൽ വീണുപോയ ജീവിതം എന്ന് വിളിച്ചെങ്കിൽ 3ഉം 4ഉം വാക്യങ്ങളെ ദൈവാനുഭവത്തിന്റെ ദൂരമറിഞ്ഞ ജീവിതം, നോയിങ് ദ ഡിസ്റ്റൻസ് ഓഫ് എക്സ്പീരിയൻസിങ് ഗോഡ്. എന്റെ ദൈവം. ഒരാൾ എന്റെ ദൈവം എന്ന് പറയുന്നൊരു അനുഭവത്തില്ല, അല്ലേ? 3 ആണുങ്ങൾ മരിച്ചുപോയൊരു വീടുണ്ട് പഴയ നിയമത്തില്. 3 സ്ത്രീകൾ മാത്രം അവശേഷിച്ച വീട് നമ്മുടെ രൂത്തിന്റെ വീടാണ്. എലീമേലേക്കും മഹ്ളോനും കില്ലിയോനും മരിച്ചുപോയിട്ട് 3 സ്ത്രീകൾ. അമ്മച്ചി പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ രൂത്തെ, എന്നാത്തിനാടി അമ്മച്ചിക്ക് എണ്ണയും കുഴമ്പും തേച്ചോണ്ട് ഇവിടെ നിൽക്കുന്നേ? മോള് പൊക്കോ, നിനക്ക് നല്ല മണി പോലുള്ള ആമ്പിള്ളേരെ കിട്ടും. കെട്ടുപ്രായം കഴിഞ്ഞിട്ടില്ലല്ലോ പെണ്ണേ. എൻ്റെ മരുമോളാണെങ്കിൽ പോലും മരിച്ചുപോയില്ലേ എൻ്റെ മോൻ, മോളിവിടെ നിൽക്കണ്ട, നിനക്കൊരു ഭാവിയുണ്ട്. രൂത്ത് പറയുന്നൊരു മറുപടി, നിന്റെ ദൈവം എന്റെ ദൈവം. മരണങ്ങൾ തുടർക്കഥയാകുന്ന ഒരു വീട്ടിലെ അകത്തളത്തിൽ നിന്ന്, ഒരു സാധു പെൺകുട്ടിയുടെ അധരങ്ങളിൽ നിന്ന് ഒരു മുരളികയിൽ എന്ന പോലെ ഒഴുകിയിറങ്ങുന്ന ദൈവാനുഭവത്തിന്റെ നേർധാരയാണിത്. എന്റെ ദൈവം അല്ലേ? മാർത്തോമാ ശ്ലീഹ ആ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടോ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടൊരു അല്പം സാറ്റ് കളിച്ചിരിക്കുമ്പോ ഒടതമ്പുരാൻ വിളിച്ചു, എന്റെ തോമാ ഇങ്ങോട്ട് വാ, എന്റെ തോമാച്ചനിങ്ങ് വന്നേ. എന്തിന്? നമ്മുടെ വല്യപ്പൻ തോമാശ്ലീഹ മെല്ലെ എഴുന്നേറ്റ് മെല്ലെ മെല്ലെ കർത്താവിന്റെ അടുക്കലേക്ക് മനസ്സില്ല മനസ്സോടെ ചെന്നു. ഒരു കുറ്റബോധമുണ്ട്, കാണാതെ വിശ്വസിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. മെല്ലെ മെല്ലെ ചെന്നപ്പോ ഒടതമ്പരം ഒരു നാണോ മാനോ ഇല്ലാതെ ദേ ഈ വക്ഷസിലെ കുപ്പായ ഭാഗം മാറ്റിയിട്ട് തോമായോട് പറഞ്ഞു, എന്റെ തോമാച്ച കൈ കൊണ്ടുപോടാ, ദേ ഈ ചങ്കത്തോട്ടൊന്ന് വെച്ചേ. ചോരയുടെ പാട് ഉണങ്ങിയിട്ടില്ലാത്ത, മുറിവിന്റെ രക്തത്തിന്റെ പാട് ഉണങ്ങിയിട്ടില്ലാത്ത ആ വലിയ വിലാവിലെ മുറിവിലേക്ക് എന്റെ തോമാച്ച ആ വിരലൊന്ന് വെച്ചേ. വെച്ചിട്ടുണ്ടാവണം, വെച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ആ മുറിവ് കണ്ടപ്പോ നമ്മുടെ വല്യപ്പനൊരു വിളി വിളിച്ചു, ചങ്ക് പറയണൊരു വിളി. എന്താ? എന്റെ കർത്താവും. ചോര കണ്ടപ്പോ, മുറിവ് കാണുമ്പോ, എന്റെ കർത്താവും എന്റെ ദൈവമേ. മുറിവുകളാണ് വ്യക്തിപരമായ ദൈവാനുഭവത്തിന്റെ ആഴം കൂട്ടുന്നത്. ഒരൊറ്റ മുറിവായ ഒരാൾ കാൽവറിയുടെ ഉയരങ്ങളിൽ നിലവിളിക്കുന്നു. നിങ്ങൾ കാൽവറിയുടെ താഴെ നിന്നൊന്ന് നോക്കിക്കേ. ആ മുകളിൽ കിടക്കുന്ന മനുഷ്യ ശരീരം ഒരു വലിയ ഒറ്റ മുറിവ് പോലെ ഇരിക്കുന്നല്ലേ? ശരീരം മുഴുവൻ മുറിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു ചോരപ്പിണ്ടം പോലെ. അവിടെ നിന്ന് ഉയരുന്ന ശബ്ദം എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്നാണ്. ഓർക്കണം, പരുക്കുകളാണ് ഒരാളെ പച്ച മനുഷ്യനാക്കണത്. ശരിയല്ലേ? പരുക്കുകളാണ് ഒരാളെ പച്ച മനുഷ്യനാക്കുന്നത്. ക്യാൻസർ വന്നിട്ട് സുഖപ്പെട്ട ഒരാള് ഒരിക്കലും തൻ്റെ മുമ്പിലേക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാണെങ്കിൽ പോലും ഒരു ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞൊരു കാർഡുമായിട്ട് മുന്നിലേക്ക് ഭിക്ഷയാചിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ നേരെ പേഴ്സ് തുറക്കാതിരിക്കില്ല, കണ്ട ഭാവം കാണിക്കാതിരിക്കില്ല. വർഷങ്ങൾ കാത്തിരുന്നിട്ട് 8 or 10 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞ് ജനിച്ച ഒരമ്മയോ അപ്പനോ ഒരു കുഞ്ഞിന്റെ നേരെയും വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കില്ല. ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിൽ കടന്നുപോയവര് പച്ച മനുഷ്യരാ. നമ്മളോ? പരുക്കുകളാണ് ഒരാളെ പച്ച മനുഷ്യരാക്കുന്നതെങ്കിൽ പളപളപ്പുകളാണ് ഒരാളെ പരുക്കനാക്കണത്. നമുക്ക് ദൈവം സഹായിച്ച ഇത്തിരി പച്ചയും പുത്തനും ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടില് തനി പഴഞ്ചൊല്ല് പറയും, പഴഞ്ചൊല്ലല്ല, ഒരു കൊളോക്കിയൽ പ്രയോഗമുണ്ട്, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുക. ഇവിടെ പറയാറുണ്ടോ? ഇല്ല, നല്ല നാടാണ്, നല്ല നാടാണ്. അങ്ങനെയൊക്കെ പറയും.
അങ്ങനെ പളവളപ്പ്, അഹങ്കാരം അവനെ പരുക്കനാക്കും. പരുക്ക് പറ്റിയ ഒരു മനുഷ്യൻ എപ്പോഴും പച്ചയായിരിക്കും. അതുകൊണ്ടാ നമ്മുടെ ഏത് മുറിവും മനസ്സിലാവുന്ന ഒരാളാണ് കുരിശിൽ കിടക്കുക. നിങ്ങൾ എടുത്തു നോക്ക്, നിങ്ങൾക്ക് കടമുണ്ടോ? ഏതെങ്കിലും ബാങ്കിൽ അടയ്ക്കാനുള്ള കടം ബാക്കി നിൽപ്പുണ്ടോ? അങ്ങോട്ട് നോക്ക്. കടമെടുത്ത കഴുതയും കടമെടുത്ത കരമടയ്ക്കാനുള്ള കാശും കടമെടുത്ത കല്ലറയും കടമെടുത്ത കാലിത്തൊഴുത്തും മൊത്തത്തിൽ കട. നമുക്ക് വിശക്കുന്നുണ്ടോ? നമ്മളെക്കാൾ വിശന്ന് ഒരു വറ്റ് കിട്ടാത്ത ഒരാൾ ദാഹിക്കുന്നുണ്ടോ? ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് കിട്ടാത്ത ഒരാൾ അവിടെ കിടപ്പുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മളെക്കാൾ തെറ്റിദ്ധരിക്കപ്പെട്ട, ഗർഭപാത്രം മുതൽ കഴുമരം വരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾ കുരിശിൽ കിടപ്പുണ്ട്. ആരെങ്കിലും നമ്മളെ അന്യായമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? അന്യായമായ ഉപദ്രവങ്ങൾ മാത്രം ശീലമായ ഒരാൾ അവിടെ കിടപ്പുണ്ട്. ഞാൻ പറയാ, നമ്മുടെ മുറിവ് ഏതാണ്? എൻ്റെ സുഹൃത്തെ, നമ്മുടെ മുറിവ് ഏതാ? ഏത് മുറിവായിക്കൊള്ളട്ടെ, ആ മുറിവ് അതിലും വലിയ ആഴത്തിൽ കുരിശിൽ കാണാന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുറിവ് ഇത്ര പെട്ടെന്ന് മനസ്സിലാകണ ലോകത്ത് വേറൊരു പാർട്ടിയില്ല. അത് കർത്താവ് മാത്രം. കാരണം മുറിവേറ്റ ഒരാൾക്ക് മാത്രമേ മുറിവേറ്റവനെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ വൂണ്ടഡ് ഹീലർ എന്ന് വിളിക്കാറുള്ളത്, മുറിവേറ്റ വൈദ്യൻ. യേശു കർത്താവ് എന്തിനാണ് കുരിശിൽ തൂങ്ങിയത്? എന്തിനാണ് ദൈവം മരിച്ചത്? ദൈവമാണെങ്കിൽ മരിക്കോ? കർത്താവിനെ തന്നെ രക്ഷിക്കാൻ ഒത്തിട്ടില്ല. ആ കുരിശിന്റെ പുറകെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികൾ ഉണ്ടാകാം. എൻ്റെ സഹോദര, താങ്കൾക്ക് ഈ രക്ഷാകര പദ്ധതിയെ മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതിന് ഞങ്ങൾ കുറ്റക്കാരല്ല. മരണം രുചിച്ചവൻ മരണത്തെ ജയിക്കാനാ. നിന്റെ മുറിവ് മനസ്സിലാക്കാൻ മുറിവ് ഏറ്റ ഒരാളാ. അത്രയും താണു വന്ന ഒരാളെ നമുക്കിടെ ബുദ്ധിയിൽ പ്രോഗ്രാം ചെയ്യാൻ പാടാ. ദൈവമായിട്ട് സെറ്റ് ചെയ്യാൻ പാടാ. അതിലേക്ക് താണിറങ്ങി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട് 6-ാം അധ്യായം. ദാനിയേലിനെ ബെൽശസ്സർ രാജാവ് സിംഹക്കുഴിയിലിടുന്നുണ്ട്, അല്ലേ? സിംഹക്കുഴിയിലിട്ടിട്ട് നാട്ടുകാർ പാര വെച്ചതാണ്, കൊട്ടാരത്തിലുള്ള ഒരു പണി കൊടുത്താണ്. രാജാവിന് അത്ര ഇഷ്ടമല്ലായിരുന്നു ഇടാൻ. ദാനിയേലിനെ പെരുത്ത ഇഷ്ടമായിരുന്നു. ആർക്ക്? രാജാവിന്. പക്ഷെ അന്ന് രാത്രി അന്തപുരത്തിലെ പള്ളിമെത്തയിൽ കിടന്നിട്ട് നിദ്രാദേവത പുൽകാത്ത കണ്ണുകളുമായി ഉറക്കച്ചടവുള്ള മുഖത്തോടെ പിറ്റേന്ന് വെളുപ്പിന് ഈ ബെൽശസ്സർ രാജാവ് പാത്തും പതുങ്ങിയും സിംഹക്കുഴിയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ദാനിയേലേ. ഒരു പ്രതീക്ഷയില്ല. വിശന്നു വലഞ്ഞ് സിംഹക്കുട്ടി വീണ ഈ ചെറുപ്പക്കാരൻ എപ്പോഴേ സിംഹങ്ങളുടെ ആമാശയത്തിൽ ഇടം പിടിച്ചു കാണും. എങ്കിലും വിളിച്ചു, ദാനിയേലേ. അകത്തുനിന്നൊരു വിളി ഇങ്ങനെയായിരുന്നു, രാജാവ് തിരുമനസ് ദീർഘായുസോടിരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിച്ചു. നിങ്ങൾ കേട്ടെ, സിംഹക്കുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയുക, എൻ്റെ ദൈവം. ആലോചിച്ച് നോക്കിക്കേ. കുഴി തള്ളിയിട്ടോ കരയ്ക്ക് നിന്നിട്ട് പറയാണ്, ദാനിയേലേ, നമ്മളാണെങ്കിൽ കുഴി കിടക്കുന്നത് എങ്കിൽ നമ്മൾ എന്തുമായിരിക്കും തിരിച്ചു പറയുക? നമുക്കറിയാവുന്ന മാക്സിമം അവനെ നമ്മൾ വിളിക്കും, ഞാൻ അങ്ങോട്ട് കയറി വരട്ടടാ. പക്ഷേ കുഴി തള്ളിയിട്ട പാർട്ടി കരക്ക് നിന്ന് വിളിച്ചപ്പോ ദാനിയേൽ പറഞ്ഞു, രാജാവ് തിരുമനസ് ദീർഘായുസോടിരിക്കട്ടെ, എൻ്റെ ദൈവം എന്നെ. അതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്താ? ലോകം സിംഹക്കുഴിയുടെ വാതിൽക്കലെ കല്ലിന് മുദ്ര വെച്ചു, ഇവൻ രക്ഷപ്പെടരുത്. എന്നാൽ ദൈവം അതുക്കും മേലെ സിംഹങ്ങളുടെ പല്ലിന് മുദ്ര വെച്ചു. കേട്ടെ, ലോകം ആ കല്ലിന് മുദ്ര വെച്ചെങ്കിൽ ദൈവം സിംഹങ്ങളുടെ വായ തുറക്കാതിരിക്കാൻ പല്ലിന് മുദ്ര വെച്ചു. ഇതാ ദൈവം. നിന്നെ ലോകം പൂട്ടുമായിരിക്കും, അവൻ നിന്നെ പൂട്ടാൻ നടക്കുക, അവള് നിന്നെ ഒതുക്കാൻ നടക്കുക. പേടിക്കണ്ട. അതിനും അപ്പുറം കരുതുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ പറയണം, എൻ്റെ ദൈവം. എന്താണ്? എൻ്റെ ദൈവം. ചില സിംഹക്കുഴികള് ദൈവാനുഭവത്തിന്റെ വാതിലാണ്. ജോസഫിന്
അതുവഴി കടന്ന് പൊട്ടക്കിണറ്റി കിടക്കുമ്പോൾ അതുവഴി കടന്നുപോയ മിദ്യാന്യ കച്ചവടക്കാർ ഒരു കിളിവാതിലാണ്. എസ്തേർ, അവളുടെ ചിറ്റപ്പൻ മൊർദെഖായി രക്ഷയ്ക്കുള്ള കിളിവാതിലായി. യോന വെള്ളത്തിൽ വീണപ്പോ ആ കടലാന ഒരു കിളിവാതിലായി. പത്രോസ് ഇടറിപ്പോയ നിമിഷങ്ങളിൽ, തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളിൽ യേശുവിന്റെ നോട്ടം ഒരു കിളിവാതിലായി. ദാവീദ് ബേർശബയോട് പാപം ചെയ്ത് പാപത്തിൽ ഉരുകിയപ്പോ നാഥാൻ പ്രവാചകന്റെ ചൂണ്ടുവിരൽ ദാവീദിന് വീണ്ടെടുപ്പിന്റെ കിളിവാതിലായി. ശമരിയാക്കാരി കിണറിന്റെ തീരത്ത് നിന്നപ്പോ, പാപത്തിന്റെ കനത്ത ഭാരം പേറി നിന്നപ്പോ ആ കിണറിന്റെ തീരം അവൾക്കൊരു കിളിവാതിലായി. പ്രിയപ്പെട്ടവരെ, ശമരിയാക്കാരി വെള്ളം കോരാൻ എപ്പോഴാ വന്നേ? എന്റെ ദൈവമേ, എത്ര വരുന്ന ആട് പറഞ്ഞല്ലോ, വെള്ളം കോരാൻ എപ്പോഴാ വന്നേ? നട്ടുച്ചയ്ക്ക്. എന്നാത്തിനാ അവള് നട്ടുച്ചയ്ക്ക് വന്നേ? നല്ല വെയിലുകൾ ഉണ്ടായാൽ വിറ്റാമിൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ആരും കാണരുത്, ആരും കാണരുത്. ഇടറിയ ജീവിതം കയ്യിൽ പിടിച്ച് ആരും കാണരുതെന്നും പറഞ്ഞ് ഒക്കത്തൊരു കുടവും വെച്ചിട്ട് അവൾ വരികയാണ്. പക്ഷെ ആ തീരത്ത് വന്നിട്ട് അവൾ യേശുവിനെ കണ്ടെത്തി തിരിച്ചു പോയപ്പോ കുടം ഇപ്പൊ എവിടെയാ? ആർക്കറിയാം? കുടം അവിടെ വെച്ചിട്ട് അവൾ പോയി. നമ്മൾ പെരുന്നാൾ ഒത്തിരി കൂടിയിട്ടും കുടം ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഏതാണ് ഈ കുടം? അവളുടെ പുറം ദാഹത്തിന്റെ കുടമാണ്. ശമരിയക്കാരിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ തന്നെ സ്വഭാവം ആലോചിച്ചോണം. പുറംദാഹത്തിന്റെ കുടം, കാമനകളുടെ കുടം, ചപലതകളുടെ കുടം, മോഹങ്ങളുടെ കുടം, ദുഷിപ്പിന്റെ കുടം അവിടെ വെച്ചിട്ട് അവള് മടങ്ങിപ്പോയി. നമ്മൾ ഒത്തിരി പെരുന്നാൾ ഓടുന്നുണ്ട്, കുടം ഇപ്പോഴും ഒക്കെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഉച്ചയ്ക്കാണ് അവൾ വന്നത്. അവൾ ദാഹിക്കും മുമ്പേ, കേൾക്കണം, അവൾ വരുമ്പോ ആരുണ്ട് അവിടെ? കർത്താവ്. അവൾ ദാഹിച്ചിട്ട് വെള്ളം കോരാൻ വന്നേ. അവൾ ദാഹിക്കും മുൻപേ അവൻ ദാഹിച്ചു. അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. നിങ്ങൾ ആ വാചകത്തിനകത്തുനിന്ന് ഇറങ്ങി. എന്താ? അവൾ ദാഹിക്കും മുൻപേ അവൻ ദാഹിച്ചു. അവൾ ദാഹിക്കണമെന്ന് അവൻ ദാഹിച്ചു. കർത്താവ്. ഒന്നും അവിചാരിതമല്ല. ആ ഉച്ച അവിചാരിതമായിരുന്നില്ല. ഒരു പുതിയ ദൈവാനുഭവമായിട്ട് അവൾ പോവാ. ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ ഒരു കിളിവാതിൽ എവിടെയെങ്കിലും ഒക്കെ ദൈവം ഇട്ടുതരും. എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, 2-3 കുഞ്ഞുങ്ങളെ ഇരിപ്പുള്ളൂ, പെൺകുട്ടികളില്ലേ. അച്ഛനൊരു കഥ പറയാം. പണ്ടൊരു വീട്ടിൽ ഒരു തട്ടും പുറത്ത് ഒത്തിരി എലികൾ ഉണ്ടായിരുന്നു. ഒത്തിരി എലികൾ. എലികളുടെ എണ്ണം കൂടിയപ്പോ ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരു പൂച്ചയെ വാങ്ങിച്ചു. നല്ലൊരു പൂച്ച, വെളുത്ത സുന്ദരൻ, കൊമ്പൻ മീശയുള്ള പൂച്ച. നാളുകൾ കഴിഞ്ഞപ്പോ എലികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. സംഭവം മനസ്സിലായില്ലേ? എലികള് ഒരു കമ്മിറ്റി കൂടി. എന്നിട്ട് അവര് ചർച്ച ചെയ്തു. നമ്മുടെ കൂട്ടത്തിലെ ചില കസിൻസിനെ ഒന്നും കാണാനില്ല, ചില ഉപ്പാപ്പന്മാരൊന്നും ഇപ്പൊ കാണുന്നില്ല. നമ്മുടെ പൂച്ചയാണ് ശല്യം, എങ്ങനെ ഒതുക്കണം, എന്തോ മാർഗം. അവസാനം ആ കൂട്ടത്തിലെ ഒരു മുതിർന്ന കമ്മിറ്റി മെമ്പർ എഴുന്നേറ്റ് നിന്നൊരു അഭിപ്രായം പറഞ്ഞു. എനിക്കൊരു ഐഡിയ. എന്ത്? ഒരു മണി മേടിക്കാം. ഒരു മണി മേടിച്ച് പൂച്ചയുടെ കഴുത്തിൽ എല്ലാവരും അതിനോട് യോജിച്ചു മിനിറ്റും എഴുതി വെച്ചു. മണി മേടിക്കാൻ തീരുമാനിച്ചു. മണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന അടുത്ത ആഴ്ച പിന്നെയും കമ്മിറ്റി കൂടി. മണി കൊണ്ട് മേശപ്പുറത്ത് വെച്ചു. പക്ഷേ ആ കമ്മിറ്റിയിലെ ചർച്ച ഇതായിരുന്നു: ആര് കെട്ടും? ഒരു കമ്മിറ്റിക്കാരനും തയ്യാറല്ല. ആര് ഈ മണി പൂച്ചയുടെ കഴുത്തിൽ
കിട്ടും. നീണ്ട മൗനം. ആ കമ്മിറ്റി കേട്ടോണ്ട് സാക്ഷാൽ നമ്മുടെ പൂച്ച പുറത്തു പോണ്ടായിരുന്നു. അവൻ തല അകത്തോട്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നനിയന്മാര്, നിങ്ങൾ എന്നാത്തിനാ വിഷമിക്കുന്നേ? ഞാൻ നല്ല മനുഷ്യനാണ്. ആ മണി ഇങ്ങി അന്നേരം ഞാൻ തന്നെ കെട്ടിക്കോളാം, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? അതവിടെ വച്ചേര്. അവരാർത്തു വിളിച്ചു. പൂച്ച മാനസാന്തരപ്പെട്ടിരിക്കുന്നു. മണി അവിടെ വെച്ചു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വിനയാന്വിതനായ നമ്മുടെ പൂച്ച മണിയെടുത്ത് സ്വന്തം കഴുത്തിൽ കെട്ടി ഒന്ന് കിലുക്കിയൊക്കെ കാണിച്ചു. എലികൾ സന്തോഷത്തോടെ മടങ്ങി, രക്ഷപ്പെട്ടു. 2 ആഴ്ച കഴിഞ്ഞു. പിന്നെയും പിന്നെയും ഇവരുടെ കൂട്ടത്തിലെ ചില കസിൻസിനെ ഒന്നും കാണുന്നില്ല. എലികളുടെ എണ്ണം കുറയാണ്. പിന്നെയും അവർ ആലോചിച്ചപ്പോ ഇതെങ്ങനെ പറ്റണോ? ഈ മണി വരുന്ന ശബ്ദം കേട്ടിട്ടില്ല. അവസാനം വേറെ വല്ല ഉപദ്രവമാണോ എന്നന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോ വേറെങ്ങുമായിരുന്നില്ല. പൂച്ചയുടെ കഴുത്തിൽ മണിയുണ്ട്. മണിക്കകത്ത് ഇപ്പോൾ മണിയുടെ നാക്കില്ല. അത് ഈ പൂച്ച ഇളക്കി വെച്ചു. ഇത് നമ്മുടെ ആത്മീക ജീവിതമാണ്. നമ്മുടെ ആത്മീക ജീവിതം എല്ലാം ഉണ്ട്. എനിക്ക് എല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനും ഒരു കുഴപ്പമില്ല. ഒന്നിനും ഒരു കുഴപ്പമില്ല. ഈ കറുത്ത 6 മുഴം ചേല ഓക്കെയാണ്. പദയാത്ര തുമ്പോണ്ടെന്ന് പനിമല വരെ നടക്കും, ഓക്കെയാണ്. എല്ലാ ആഴ്ചയും പള്ളി പോവും, ഓക്കെയാണ്. പെരുന്നാളൊക്കെ ഗംഭീരാണ്, ഓക്കെയാണ്. എവരിതിങ് ഓക്കെയാണ്. ആത്മാവില്ലാത്ത ദൈവാനുഭവങ്ങൾ, ആത്മാവില്ലാത്ത ദൈവാനുഭവങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടാ വളരുന്നേ? ഇവിടെ നല്ലൊരു യുവജന പ്രസ്ഥാനമുള്ള യൂണിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. നന്നായിരിക്കട്ടെ. ചെറുപ്പക്കാരെ ഒത്തിരി കാണുന്നു, കുഞ്ഞുങ്ങൾ ഒത്തിരി ഉണ്ട്. പലയിടത്തും ഇവിടുത്തെ കാര്യമല്ല, പുറത്തെ കാര്യമാണ്. നമ്മുടെ കുട്ടികൾ എവിടെയാ? They are not outside the church. അവര് പള്ളിക്ക് പുറത്തല്ല. ഒച്ചപ്പെടാ, രാത്രി 9 മണിയായിട്ടേ വരുള്ളൂ. പള്ളിയിലല്ലയോ? പേരൻസ് സന്തോഷം. They are not outside the church, but not inside the church. ഒരു പള്ളിക്കകത്തുമല്ല. പിന്നെ ഇവിടെ they are growing beside the church. അവരിതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മേലോട്ട് വരുന്നുണ്ട്. എല്ലാത്തിനും ഉണ്ട്. പക്ഷെ യേശു ഉണ്ടോ? They are not outside the church, not inside the church. നമ്മുടെ കുട്ടികളെ കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുകൂടെ പറയാ. They are growing beside the church. സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ട്. മതിയോ? ഇങ്ങനെ മതിയോ? മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം. അല്ലേ? യേശു ഉണ്ടോ? മക്കളെ, ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ളൂ. നിങ്ങളുടെ കർത്താവിനെ നാണം കെടുത്തല്ലേ. ഇത് ലൈവ് ഉണ്ടായിരുന്നു, മൈക്ക് ഓഫ് ചെയ്തെങ്കിൽ അത് കൂടെ പോക്കാണ്. സാരമില്ല, ചീത്തവിളിയൊക്കെ എനിക്ക് കിട്ടിക്കോളും, സാരമില്ല. ഇത് ഉണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഇതുള്ളിടത്ത് ധൈര്യമായിട്ട് പലതും പറയത്തില്ല, ഉള്ളി തോന്നിക്കുന്നതും പറയത്തില്ല. സാരമില്ല. ഇത് മതിയോ? പ്രിയപ്പെട്ടവരെ, വിഷാദത്തിന്റെ വീഴ്ചകളിൽ നിന്ന് ദൈവാനുഭവത്തിന്റെ ദൂരം കണ്ടെത്തിയ ഒരു ദാവീദ് നമുക്ക് സാധിക്കുമോ? 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എത്രത്തോളം എൻ്റെ വിഷാദത്തിന്റെ കണാകയങ്ങളിൽ നിന്ന്
ദൈവാനുഭവത്തിന്റെ ദൂരമറിഞ്ഞ ജീവിതം. ഷൈൻ. 5-6 വാക്യങ്ങൾ വായിച്ച്, 5-6 അവസാനത്തെ വാക്യങ്ങൾ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. തീർന്നു. പുസ്തകം മടക്കാം. വേണ്ട. അവസാനത്തെ 2 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാ വായിച്ചത്: ആനന്ദിക്കും, നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, പാട്ടുപാടും. ഇതൊക്കെ ഏത് കാലമാ? പറയൂ, ഇതേത് കാലമാ? ദൈവമേ, ഈ കാലമൊക്കെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചതല്ലയോ? ഞാൻ പന്തളത്തിന് പോവും. ഏത് കാലമാ? പന്തളത്തെ പറയണം, എങ്കിലേ കിട്ടുള്ളൂ. അതെനിക്കറിയുമ്പോഴല്ല. ഇവിടെ പറഞ്ഞത് ഞാൻ നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, എന്റെ ദൈവത്തിന് പാട്ടുപാടും. ഏത് കാലോ? പറയൂ. ഭാവി കാലം, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയുടെ മധുരം രുചിച്ച ജീവിതം. ഭൂതകാലത്തിന്റെ വിഷാദങ്ങളിൽ നിന്ന് വർത്തമാനകാലത്തിന്റെ ദൈവാനുഭവങ്ങളിൽ കൂടി ഭാവിയുടെ മധുരം രുചിച്ചു പാടുന്ന ദാവീദ്. ആ കൊച്ചു സങ്കീർത്തനത്തിന്റെ കൃപ എന്ത് കണ്ണീരിന്ന് ആരംഭിച്ചതാ, 0 ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങിയതാ. ഇപ്പൊ സ്വർഗത്തിക്കുക. ഞാനവന് പാട്ടുപാടും, യഹോവ നന്മ ചെയ്തിരിക്കൊണ്ട് ഞാനവന്. പ്രതീക്ഷയുടെ തേൻപുരട്ടിയ വരികൾ, പ്രത്യാശയുടെ മധുരം കിനിയുന്ന മൊഴികൾ. ഹന്നാമ്മച്ചി ശമൂവേൽ ബാലന് വേണ്ടി, കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ പറഞ്ഞു: അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ. ഭാവി, നാളത്തെ മധുരം രുചിക്കുക. പരിശുദ്ധ അമ്മ മറിയം പറഞ്ഞു: സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഫ്യൂച്ചർ. അതെ, യഥാർത്ഥ ഭക്തനെങ്ങനെയാണ്? ഹോപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മിസറി. സങ്കടങ്ങളുടെ നടുവിലെ പ്രതീക്ഷ അതാണ്. ഏതാണ്ട് 7000-ൽ പരം വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമാണ് തുറന്നു വച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ വിഷാദങ്ങളിൽ കിടക്കുമ്പോ എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഞാൻ തളർന്നു പോകയില്ല. വാഗ്ദാനം. നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മള് ആദ്യം പഠിച്ച സങ്കീർത്തനം ഏതാ? 23-ന്റെ ഏത് വാക്യം ആദ്യം പഠിച്ചത്? 1 യഹോവ എൻ്റെ ഇടയനാകുന്നു. അക്ഷരമാണോ ആദ്യം പഠിച്ചത്? ഈ സങ്കീർത്തനമാണോ ആദ്യം പഠിച്ചത്? ആണോ? സ്കൂളിൽ പോയി അക്ഷരം എല്ലാം പഠിച്ചിട്ട് താറാറ പാറാറ ഒക്കെ പഠിച്ചിട്ടാണോ സങ്കീർത്തനം പഠിച്ചത്? അല്ല. 3 വയസ്സിലും 3.5 വയസ്സിലും ഒക്കെ അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തു? എന്താ ഇത്? അക്ഷരം പഠിക്കുന്നൊരു സ്റ്റഡിങ് ആണ്, ലേണിംഗ് ആണ്. അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ സങ്കീർത്തനം പഠിച്ചത് സ്റ്റഡിങ് അല്ല, ലേണിംഗ് അല്ല, പ്രോഗ്രാമിംഗ് ആണ്. കുഴി കൊണ്ടുവച്ചാലോ സങ്കീർത്തനം മറക്കോ? എന്താ? പ്രോഗ്രാം ചെയ്തിട്ടൊന്നും മറക്കത്തില്ല. പക്ഷെ 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് പാപ്പസ് ഒന്നുള്ളിൽ കയറി കളഞ്ഞില്ലയോ? ആ വർഷത്തേക്കേ ഉള്ളൂ പഠിക്കുന്നവരൊക്കെ. സ്റ്റഡിങ്ങിന്റെ പ്രത്യേകത ഏതാ? പ്രോഗ്രാം ചെയ്യുക. ഒരു 3 വയസ്സുകാരൻ കുഞ്ഞിനോട് പറയാണ്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അതും വാഗ്ദാനമാണ്. ഞാൻ തളരത്തില്ല. ഭാവിയുടെ മധുരമാണ് ഒരു വചനത്തിൽ കൂടെ ഒരു ക്രൈസ്തവ പൈതൽ ആദ്യമായി പഠിക്കുന്നത്. എനിക്ക് മുട്ടുണ്ടാകയില്ല. ഇന്നത്തെ കാര്യമല്ല, നാളത്തെ കാര്യമാണ്. ഭാവിയുടെ മധുരം രുചിക്കാനാണ് വേദപുസ്തകം ഒരു ദൈവ പൈതലിനെ ആദ്യം പഠിപ്പിക്കുക. പണ്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളർന്നത്
ഈ വചനത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട, പ്രാർത്ഥനകളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട സ്വർഗസ്ഥനായ പിതാവേ, പട്ടാങ്ങപ്പെട്ട ഞങ്ങളുടെ ദൈവം തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഏതെങ്കിലും കുട്ടിക്കറിയാം? അതേതാച്ചോ ആ പ്രാർത്ഥന? പക്ഷെ നിങ്ങൾക്കറിയാം, ചിലർക്കെങ്കിലും. എഴുതി പഠിച്ചതല്ല, പ്രോഗ്രാം ചെയ്ത് ഇവിടെ കടപ്പുണ്ട്. പണ്ട് നമ്മുടെ വല്യമ്മച്ചിയുടെയാ. ഞങ്ങൾക്കുള്ള കർത്താവേ ഞാനിക നിദ്രയൊഴിഞ്ഞിട്ട്. പാതിരാത്രി 2 മണിക്ക് എഴുന്നേപ്പിച്ചിരുത്തി പാടിയാലും പാടും. പ്രോഗ്രാം കടപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ഇരിക്കുന്ന കിടാങ്ങളുടെ തലയിൽ എന്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നമ്മൾ? ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നമ്മൾ? സൺഡേ സ്കൂൾ പഠനമാണ് നടക്കുന്നത്. സൺഡേ സ്കൂൾ പഠനമല്ല, ഒരു വീട്ടിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സ്പിരിച്വൽ പ്രോഗ്രാമിംഗ്. ഞായറാഴ്ച 9:50 മുതൽ 10:40 വരെയുള്ള 50 മിനിറ്റിൽ നടക്കുന്നത് പഠനമാണ്, അല്ലേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ കളഞ്ഞിട്ട് അതുങ്ങൾ തോന്നിയ വഴിക്ക് പോകുന്നതിന് ഒരു കാരണം ഈ പഠനമല്ല അവരുടെ ജീവിതത്തെ നാളെ വിശ്വാസത്തിൽ നിലനിർത്തേണ്ടത്. അതിനു മുമ്പ് നമ്മുടെ പ്രാർത്ഥനാ പായകളിൽ അവരിൽ നാം പ്രോഗ്രാം ചെയ്തു വയ്ക്കുന്ന ചില ആത്മീക പാഠങ്ങളാ. അതിന് ഈ കാലം തോറ്റുപോയില്ലേ? എന്റെ മുമ്പിൽ അമ്മമാർ നിരന്നിരിക്കുന്നു, എന്റെ മുമ്പിൽ പിതാക്കന്മാർ നിരന്നിരിക്കുന്നു. നിങ്ങൾ കുംഭസാരത്തിന്റെ ഭാവത്തിൽ പറ, തോറ്റുപോയില്ലേ കാലം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വർഷങ്ങൾക്കുള്ളിൽ വിശ്വാസത്തിന്റെ വലിയ ശൂന്യത നമ്മുടെ ഇടയിലുണ്ടാവും. കാരണം ഈ പ്രോഗ്രാമിംഗ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാനവന് പാട്ടുപാടും. ഞാൻ ഈ ചിന്തകള് അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി എത്രത്തോളം 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 എന്ന് കരയുന്ന മനസ്സേ, അവിടെ ഇരുന്നിട്ട് പറയണം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം. എങ്കിൽ നാളെയുടെ മധുരം രുചിക്കാം, അല്ലേ? ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. അറിയാവുന്ന പാട്ടാണെന്നാണ് എൻ്റെ ചിന്ത. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. 13-ാം സങ്കീർത്തനം. ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വായനാനുഭവത്തിലേക്കൊന്ന് കടന്നു വന്നിരുന്നെങ്കിൽ നന്നായിരിക്കും. ഒഴുകി വരുന്ന കൃപയെ അതിൽ നിന്നിങ്ങനെ തുടച്ച് ചങ്കോട് ചേർത്ത് വയ്ക്കാൻ ഒരു വായന കൂടെ ഈ രാത്രി അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിന്ന് ഈ സങ്കീർത്തനം കേൾക്കില്ലേ? രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് 13-ാം സങ്കീർത്തനം ഒരിക്കൽ കൂടെ ഒരു വായന അർഹിക്കുന്നുണ്ട്. തീർച്ചയായും ഈ രാത്രി അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാം ഒരുമിച്ച് ഈ സമയങ്ങളിൽ ഇരുന്നു, ഒരു വചനം ധ്യാനിച്ചു. ഈ തിരുവചനത്താൽ നാം കൃപ നിറഞ്ഞ് ദൈവാത്മാവിൻ്റെ ബലം പ്രാപിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.